സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നമുക്ക് നോക്കാം ആവർത്തന പുസ്തകം 33 അധ്യായം 1 വാക്യം. ദൈവപുരുഷനായ മോശെ തന്റെ മരണത്തിന് മുമ്പേ മതി ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു. ഒരു ദൈവപുരുഷൻ അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹമാണ്, ശപിച്ചാൽ അത് ശാപമാണ്. ഏലിയാവ് പറഞ്ഞു, ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളുകളെയും ദഹിപ്പിച്ചു കളയട്ടെ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ ദൈവപുരുഷനെ നിസ്സാരനായിട്ട് കാണരുത്. ദൈവപുരുഷനെ നിന്ദിക്കുവാൻ പാടില്ല. ദൈവപുരുഷനെ കോപിപ്പിക്കുവാൻ പാടില്ല. ദൈവപുരുഷന്റെ വായിൽ നിന്ന് ശാപം വരുവാൻ പാടില്ല. ദൈവപുരുഷൻ അനുഗ്രഹിക്കേണ്ടുന്ന വ്യക്തിയാണ്, അല്ലാതെ ശപിക്കേണ്ടുന്ന ഒരു വ്യക്തിയല്ല. എന്നാൽ ഒരു ദൈവപുരുഷനാകട്ടെ, സാധാരണ ഒരു സുവിശേഷകനാകട്ടെ, നോക്കുക, ഏലിയാവ് നമ്മെപ്പോലെയുള്ളവനായിരുന്നു, നമ്മെപ്പോലെ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൈയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ ഏലിയാവിനെ നിന്ദിച്ചതായ സമയത്ത്, ഏലിയാവിനെ അപമാനിച്ചതായ സമയത്ത് താൻ പറഞ്ഞതായ വാക്കുകൾ ശാപമായിട്ട് മാറി. എനിക്ക് അത്ഭുതം തോന്നി. മോശയുടെ വായിൽ നിന്നും ഒരു ശപിതമായ വാക്കുപോലും വന്നില്ല. ഒരു തവണ മാത്രം കഠിനമായ ഒരു വാക്ക് പറഞ്ഞു, ദ്രോഹികളെ എന്ന് വിളിച്ചു. അതല്ലാതെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇസ്രായേൽ ജനം അന്ന് കാണുമായിരുന്നില്ല. അവൻ അനുഗ്രഹിച്ചു. ഇന്നുള്ളതായ മനുഷ്യർക്ക് ആവശ്യമെന്താണെന്ന് വെച്ചാൽ ദൈവപുരുഷന്റെ അനുഗ്രഹമാണ്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ജോലിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ആവശ്യമാണ്. നമ്മൾ ആരംഭിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ ഒരു അനുഗ്രഹത്തിന്റെ വചനമായി ഞങ്ങളുടെ വീടിൽ നിറഞ്ഞു നിൽക്കേണ്ടതിന് ദൈവദാസന്റെ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമായിട്ട് ഞങ്ങൾക്കിന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളില്ല. ആരാകുന്നു ദൈവദാസൻ? ദൈവദാസനല്ലാത്തവരാരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ശൂനേംകാരത്തി എന്ന ഒരു ധനികയായ സ്ത്രീയെക്കുറിച്ച് കാണാം. അവർ തന്റെ ഭർത്താവിനോട് പറയുകയാണ്, നമ്മുടെ വീട്ടിൽ വരികയും പോവുകയും ചെയ്യുന്ന വ്യക്തി ദൈവപുരുഷനാണെന്ന് ഞാൻ അറിയുന്നു. ആ സ്ത്രീക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ മനസ്സിലായത്? ഒരു വ്യക്തി ദൈവപുരുഷനാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? തീറ്റിപ്രിയനായ ഒരു വ്യക്തി ദൈവപുരുഷനല്ല. അലസനായ ഒരു വ്യക്തി ദൈവപുരുഷനല്ല. ധനമോഹമുള്ള വ്യക്തി ദൈവപുരുഷനല്ല. ഉറക്കം തൂങ്ങിയായ മനുഷ്യൻ ദൈവപുരുഷൻ അല്ല. സ്വാർത്ഥത ചിന്തിക്കുന്നതായ ഒരു വ്യക്തി ദൈവപുരുഷൻ ആവില്ല. ലക്ഷ്യമില്ലാത്ത ജീവിതം നയിക്കുന്നതായ ഒരു വ്യക്തി ദൈവപുരുഷൻ ആകില്ല. പാപത്തിന് ഇടം കൊടുക്കുന്നതായ വ്യക്തി ദൈവപുരുഷൻ ആവുകയില്ല. ഒരു ഭാരമുള്ള വ്യക്തി, ഉത്തരവാദിത്തമുള്ള വ്യക്തി, ചില കടമകളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ദൈവദാസനെ സംബന്ധിച്ച് ഒരു ജോലിയുണ്ട് അദ്ദേഹത്തിന്, അത് ചെയ്തു തീർക്കാനുള്ള ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത്. ആ വ്യക്തി മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിന്റെ പിറകെ പോയി അനാവശ്യ കാര്യങ്ങൾ ചെയ്യുകയില്ല. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ എന്റെ പിതാവിന്റെ വേല പൂർത്തീകരിക്കണം, അതാണ് എന്റെ ലക്ഷ്യം. ഉറങ്ങുകയോ ഭക്ഷണം കഴിക്കുകയോ മറ്റു കാര്യങ്ങൾ ഇടപെടുകയോ ചെയ്യുന്നതല്ല ലക്ഷ്യം. എന്റെ പിതാവിന്റെ വേല. നിങ്ങൾക്കറിയാത്തൊരു ആഹാരമുണ്ട്, എന്റെ പിതാവിന്റെ വേല ചെയ്യുന്നതാകുന്നു എന്റെ ആഹാരമെന്ന് പറഞ്ഞു. ആ ശൂനേംകാരത്തി മനസ്സിലാക്കി, ഇദ്ദേഹം ദൈവപുരുഷനാണ്, അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമാണ്, അദ്ദേഹത്തിന് ദൈവത്തോട് സംസാരിക്കുവാൻ, വിശ്രമിക്കുവാൻ ഒരു മുറി ആവശ്യമാണ്. അദ്ദേഹം തൻ്റെ ആഹാരത്തിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് ആഹാരം കൊടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി തൻ്റെ ഭർത്താവിനോട് നിർബന്ധിച്ച് ദൈവദാസന് വേണ്ടി ആഹാരത്തെ ഒരുക്കി. അനേകം ആളുകളും ദൈവദാസന്മാരെ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വരണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ദൈവദാസനെ അയച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ദാസനാണോ ദൈവത്തിൻ്റെ ദാസനാണോ? പലരും പാസ്റ്ററെക്കുറിച്ച് ഞങ്ങളുടെ ദാസനാണെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ ദാസൻ, ഞങ്ങളുടെ ദൈവദാസൻ എന്താണ്? അദ്ദേഹം കർത്താവ് നിമിത്തമായി നിങ്ങളെ സേവിക്കുകയാണ്, അല്ലാതെ നിങ്ങളെ സേവിക്കേണ്ട കാര്യം അദ്ദേഹത്തിന് ഇല്ല. നമുക്ക് മറ്റൊരു വ്യക്തിയെ കാണാൻ കഴിയും, ഏലീശയുടെ അരികിൽ. അവൻ ആരാണ്? അടുത്ത ദൈവദാസനാകാൻ വേണ്ടി ദൈവദാസന്മാരുടെ അരികിൽ സഹായം നിർത്തിയേക്കുന്ന ആളുകളെല്ലാം ദൈവദാസൻ ആകേണ്ടതാണ്. ദൈവദാസന്മാരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ തന്നെ ദൈവം ചിലരെ ദൈവദാസന്മാർക്ക് സഹായിയായിട്ട് നിർത്തും.
അങ്ങനെ ദൈവദാസന്മാരുടെ കൂടെ നിൽക്കുന്നതായ വ്യക്തികൾ ദൈവദാസന്മാരിലുള്ളതായ ആത്മാവിനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ളതായ ആ അഭിഷേകത്തെ, ആത്മാഭാരത്തെ വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവദാസന് ശേഷമായിട്ട് ആ ദൈവദാസന്റെ ആത്മഭാരത്തോടുകൂടി ആ ദൈവദാസൻ ശുശ്രൂഷിച്ച പോലെ ശുശ്രൂഷിക്കേണ്ടതാണ്. എലീശ ഒരു ദൈവപുരുഷന്റെ കൂടെ നിന്ന വ്യക്തിയാണ്. ഏലിയാവ് ഒരു ദൈവപുരുഷനാണ്. ഏലിയാവ് എലീശയെ വിട്ടു പോകുന്നതായ സമയത്ത് ഏലിയാവിന്റെ കയ്യിലിരുന്നതായ പുതപ്പ് എലീശയുടെ മേലേക്ക് ഇടുവാനിടയായി. ദൈവം പറഞ്ഞു ഏലിയാവിനോട്, എലീശയെ നിനക്ക് പകരമായിട്ട് ദൈവപുരുഷനായിട്ട് നിയമിക്കുക എന്ന്. 12 ഏർ കാളയെ വെച്ച് പൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയം, അതായത് അദ്ദേഹത്തിന് എത്രമാത്രം ഭൂസ്വത്തുണ്ടെന്ന് ചിന്തിക്കുക. 12 ട്രാക്ടർ വെച്ച് ഉഴുതുന്ന ഒരു ഭൂമി എന്ന് തന്നെ വിചാരിക്കുക. 12 ട്രാക്ടറും അവൻ തന്നെയാണ് ഓടിക്കുന്നത്. നിങ്ങൾക്ക് കലപ്പയെന്ന് പറഞ്ഞാൽ അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ട്രാക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ദേവദാസന് ബൈബിൾ നല്ലവണ്ണം അറിയില്ല, കലപ്പയുടെ സ്ഥാനത്ത് ട്രാക്ടർ എന്നാണ് പറയുന്നത് എന്നാരും ചോദിക്കാതിരിക്കാനാണ് പറഞ്ഞത്. 12 ഏർ കാളയെ വെച്ച് പൂട്ടിക്കുവാനുള്ളതായ വസ്തു ഉള്ള വ്യക്തി, അല്ലെങ്കിൽ 12 ഏക്കർ വസ്തുള്ള ഒരു വ്യക്തി സ്വയം കാളയെ വെച്ച് പൂട്ടുമോ? ഒരു 12 വീടുണ്ടെന്ന് വിചാരിക്കുക, 12 കാറുകളുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ 11 കാറുകളും ടാക്സിക്ക് കൊടുത്തിട്ട് 12ാമത്തെ കാറും നിങ്ങൾ ടാക്സിയായിട്ട് ഓടിക്കുമോ? 12 കാറുകളും ടാക്സി ഓടുന്നതിന് വേണ്ടി കൊടുത്തിട്ട് ഒരു കാർ നിന്റെ പക്കൽ വെച്ചിട്ട് 12 കാറും കൊടുത്ത് കിട്ടുന്നതായ പണം കൊണ്ട് നീ ഒരു കാറിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരെ അല്ല ദൈവത്തിന് വേണ്ടത്. ആഡംബരം കാണിക്കുകയും സമയം പോക്കുകയും ചെയ്യുന്നതായ ആളുകൾ ദൈവത്തിന്റെ വേലയ്ക്ക് കൊള്ളില്ല. സമയത്തെ സദുപയോഗം ചെയ്യുന്ന വ്യക്തിയാണ് ദൈവദാസൻ. ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന 24 മണിക്കൂർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല എങ്കിൽ ആ വ്യക്തിക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിലുള്ളതായ അവരുടെ സമയത്തിന്റെ ശ്രേഷ്ഠത എങ്ങനെ മനസ്സിലാക്കും? ആ വ്യക്തികളോട് സമയത്തിന്റെ ശ്രേഷ്ഠത എങ്ങനെ പറഞ്ഞു കൊടുക്കുവാൻ കഴിയും? തനിക്ക് ലഭിച്ച 24 മണിക്കൂർ എങ്ങനെ ഉപയോഗിക്കുവാനായിട്ട് കഴിയും? ദൈവം അലസന്മാരെ ഉപയോഗിക്കുകയില്ല, ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് ഉപയോഗിക്കുന്നത്. ദൈവം വിളിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ അവൻ പിന്മാറിപ്പോയില്ല. ഉടൻ തന്നെ തൻ്റെ കലപ്പയും എല്ലാം എടുത്തിട്ട് തൻ്റെ ജീവനോപാധിയായിരുന്നതായ എല്ലാ സാധനങ്ങളും എടുത്ത് അവിടെ വെച്ച് തന്നെ കത്തിച്ചു കളയുവാനിടയായി. കാളയെ ബലി കഴിക്കുവാനിടയായി, ദഹിപ്പിക്കുവാനിടയായി. മാതാപിതാക്കളെ വിട്ടുപിരിഞ്ഞു, ദൈവപുരുഷനെ അനുഗമിച്ചു. എലീശയ്ക്ക് ഏലിയാവ് ഒരു ഡിഗ്രിയും കൊടുത്തില്ല, മറ്റ് സുഖസൗകര്യങ്ങളൊന്നും കൊടുത്തില്ല. എലീശ ഏലിയാവിനെ ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ആഹാരം കഴിച്ചു കഴിയുമ്പോൾ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ശുശ്രൂഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എത്ര കാലം ശുശ്രൂഷിച്ചു എന്നത് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. എന്നാൽ തക്ക സമയമായപ്പോൾ ആ ദൈവപുരുഷന് ശേഷം ദൈവപുരുഷന്റെ ഇരട്ടി ആത്മശക്തിയുള്ള ദൈവപുരുഷനായിട്ട് മാറി. അങ്ങനെയുള്ള ഒരു ദൈവദാസന് കീഴിൽ നിന്നതായ ഗേഹസി 2 ഇരട്ടിയല്ല 10 ഇരട്ടി ആത്മാവിന്റെ ശക്തി പ്രാപിക്കേണ്ടിയിരുന്നു. എന്നാൽ ഗേഹസിക്ക് ചീപ്പ് മെന്റാലിറ്റി ആയിരുന്നു. ആരിലും വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ദൈവദാസനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം എന്ന് പറഞ്ഞ ബ്രോക്കർ പണി ചെയ്യുന്നു. ഈ കാലത്തും അങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. ലോകത്തിൽ എവിടെ തിരിഞ്ഞാലും ബ്രോക്കർമാരാണ്. അതുപോലെ തന്നെ ദൈവസഭയിൽ വന്നാലും ഇപ്പോൾ ബ്രോക്കർമാരാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടുത്തെ ദൈവദാസനും മറ്റുള്ള ആളുകൾക്കും ഇടയിലായിട്ടുള്ളതായ ഒരു വ്യക്തി, അത് ആവശ്യമില്ല. ഒരു അവിശ്വാസിയായ വ്യക്തിയാണെങ്കിൽ ദൈവദാസനെ കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്താം. അല്ലാതെ ഒരു വിശ്വാസിയായിരിക്കുന്ന വ്യക്തിയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ദൈവസഭയിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് ഇപ്പോൾ ആളുകൾ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് അതിശയമാണ് തോന്നുന്നത്. ആ സഹോദരൻ ഇങ്ങനെ പറയുന്നു, ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എന്തിനാണ് മധ്യവർത്തിയായിട്ട് പ്രവർത്തിക്കുന്നത്? നിങ്ങൾക്ക് നേരെ ദൈവദാസന്റെ അടുക്കിലേക്ക് വരാൻ കഴിയും. ദൈവദാസൻ ഈസ് നോട്ട് എ ടു ബിഗ്. നിങ്ങളുടെ പരിധിക്കപ്പുറമുള്ള ഒരു വ്യക്തിയായിരിക്കുകയില്ല ദൈവദാസൻ. അടച്ചിട്ട മുറിയിലിരിക്കുന്ന ആളല്ല ദൈവദാസൻ. സിംഹാസനത്തിൽ ഇരിക്കുന്ന വ്യക്തിയല്ല ദൈവദാസൻ. നിങ്ങളോടൊപ്പം ദൈവസന്നിധിയിൽ കരയുന്ന വ്യക്തിയാണ്. നിങ്ങളോടൊപ്പം കണ്ണുനീരൊഴുക്കുന്ന വ്യക്തി, നിങ്ങളുടെ ഭാരങ്ങൾ സ്വന്തം ഭാരമായിട്ട് എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളോടൊപ്പം നടക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവദാസൻ. അത് മോശയിൽ നമുക്ക് കാണാം. ഇവിടെ എലീശയ്ക്കും ആ വീട്ടുകാർക്കും ഇടയിലായിട്ട് ഗേഹസി പ്രവർത്തിച്ചതായിട്ട് കാണാം. അവർക്ക് മനസ്സിലായി എലീശ എന്തു കഴിക്കുന്നു, ഗേഹസി എന്തു കഴിക്കുന്നു എന്നുള്ള കാര്യം.
എലീശ വീട്ടിൽ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഗേഹസി എന്താണ് ചെയ്യുന്നതെന്നും അവർക്ക് മനസ്സിലായി. എലീശ മുഴകാൽ മടക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഗേഹസി കുത്തിയിരുന്ന് ഉറങ്ങുമായിരുന്നു. എന്താണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നു പോകുന്നതായ എലീശയും ഗേഹസിയും ദൈവപുരുഷന്മാരാണ് എന്നാണോ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞില്ല. അതുതന്നെയല്ല, അവരുടെ മകൻ മരിച്ചുപോയതായ സമയത്ത് നിലവിളിച്ചുകൊണ്ട് എലീശയുടെ പാദപീഠത്തിലേക്ക് ചെല്ലാനിടയായി. എൻ്റെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുക, വരണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഗേഹസിയെ അയക്കാമെന്ന്. ഗേഹസിയെ അയക്കാമെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, ആരെങ്കിലും ഒരാളെ അയക്കൂ, ആരെങ്കിലുമൊക്കെ അയക്കൂ എന്നാണ് പറഞ്ഞത്. ഈ കാലത്ത് അങ്ങനെയാണ് പറയുന്നത്. ആരെങ്കിലുമൊക്കെ വന്നിട്ട് പ്രാർത്ഥിച്ചു പോയാൽ മതി, ഒരു കുഴപ്പമില്ല എന്ന് പറയും. ആര് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ലല്ലോ, ആര് പറഞ്ഞാലും അത് വചനമാണല്ലോ, ആര് പ്രസംഗിച്ചാലും കുഴപ്പമില്ലല്ലോ, എല്ലാവരും ഒരുപോലെ തന്നെയാണല്ലോ. വലിയ ദേവദാസൻ വരണമെന്ന് കാര്യമില്ല, അദ്ദേഹം തിരക്കായിരിക്കുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ചെറിയ പാസ്റ്ററാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സഹോദരന്മാരാണെങ്കിലും ഒരു കുഴപ്പമില്ല. സഭയിലെ മൂപ്പന്മാർ വന്നാലും കുഴപ്പമില്ല. എന്താണ്? എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കും. എന്നാൽ ചില പ്രത്യേകമായ വിഷയങ്ങൾക്ക്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആരംഭിച്ചതായ ചില കാര്യങ്ങൾക്ക്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ദൈവദാസന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ആവശ്യമാണ്. ദൈവദാസന്റെ വായിൽ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനയിൽ ആ പ്രത്യേകത കാണാൻ കഴിയും. എനിക്ക് ഗേഹസിയുടെ പ്രാർത്ഥന ആവശ്യമില്ല. ഗേഹസി രാവും പകലും പ്രാർത്ഥിച്ചാലും എൻ്റെ മകൻ ജീവിക്കുകയില്ല. കുഴപ്പമില്ല, എൻ്റെ വടി ഞാൻ കൊടുത്തുവിടാം, എൻ്റെ ദണ്ട് ഞാൻ കൊടുത്തുവിടാം, അങ്ങ് വന്നിട്ടല്ലാതെ ഞാൻ മടങ്ങിപ്പോകില്ല. എൻ്റെ മകൻ ജീവിക്കണമെങ്കിൽ അങ്ങ് വരണം. ദൈവദാസന്റെ പ്രാർത്ഥന വേറെയാണെന്ന് ആ സഹോദരി തിരിച്ചറിഞ്ഞു. ഇങ്ങനെയുള്ള കഷ്ടത നിറഞ്ഞ അനുഭവത്തിൽ, ഭാരമേറിയതായ സാഹചര്യത്തിൽ, ബുദ്ധിമുട്ടേറിയതായ പരിസ്ഥിതിയിൽ ദൈവദാസന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുവാനിടയാകും. ദൈവദാസൻ വാക്ക് പറഞ്ഞാൽ അത് നിറവേറാനിടയാകും. ദൈവദാസൻ അനുഗ്രഹിച്ചാൽ അനുഗ്രഹമായി തീരും എന്നവർ തിരിച്ചറിഞ്ഞു. എലീശ വലിയൊരു ദൈവദാസനായിരുന്നു. അവൻ സകലത്തെയും ഉപേക്ഷിച്ചു, ദൈവത്തെ പിന്തുടരുവാൻ ആരംഭിച്ചു. എനിക്ക് ലോകത്തിലെ ഒന്നും തന്നെ വേണ്ട, ഏലിയാവേ, അങ്ങയുടെ മേലുള്ളതായ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. അങ്ങയുടെ ആത്മാവല്ല. അനേകം ആളുകൾ ചോദിക്കാറുണ്ട്, അതായത് ഇന്ന ദൈവദാസന്റെ ആത്മാവ് എനിക്ക് നൽകണമെന്ന്. അതുകൊണ്ടാണ് പലരും ഇങ്ങനെ നടക്കുന്നത്. ഇന്ന് അനുകരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ദൈവദാസൻ കോട്ടിട്ടാൽ മറ്റുള്ളവരും കോട്ടിടും. ഒരു ദൈവദാസന്റെ ശുശ്രൂഷ രീതി കണ്ട് അതുപോലെ തന്നെ ചെയ്യും. ഒരു ടോപ്പിക്ക് വെച്ച് പ്രസംഗിച്ചാൽ അവരും അത് കേട്ട് അത് വെച്ച് പ്രസംഗിക്കുന്നു, മറ്റുള്ളവരെ അനുകരിക്കുന്നു, അതുപോലെ തന്നെ വിമർശിക്കുന്നു. ഒറിജിനൽ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ ദൈവദാസൻ ആരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. നാം നോക്കുമ്പോൾ എല്ലാവരും ദൈവദാസനെ പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നതായിട്ട് ഭാവിക്കുന്നു. ഇന്ന് ഈ സോഷ്യൽ മീഡിയയൊക്കെ വന്നതിന് ശേഷമായിട്ട് ഈ കാലഘട്ടത്തിലുള്ളതായ ആളുകളുടെ ഇടയിൽ അത് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്നുള്ള ദൈവദാസന്മാർ എങ്ങനെയാണ് വളരുന്നത്? സോഷ്യൽ മീഡിയയിൽ അത് പ്രസരിക്കുന്ന സമയത്ത് കൂടുതൽ ലൈക്ക് കിട്ടുകയാണെങ്കിൽ, കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുകയാണെങ്കിൽ, ഹീസ് എ ബിഗ് ദൈവദാസനാണെന്നാണ് പറയുന്നത്. മനുഷ്യരുടെ ദൃഷ്ടിയിലല്ല നീ വളരേണ്ടത്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ വലിയവനാകണം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിലായിരിക്കുന്നത് ഒരു ദൈവദാസൻ. മനുഷ്യരുടെ ദൃഷ്ടിയിലെ ദൈവദാസൻ ലോകത്തിൽ വലിയവനാണെന്ന് ഭാവിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലെ ദൈവദാസൻ എത്രമാത്രം താഴ്ത്താമോ അത്രയും താഴ്മയോടെ ജീവിക്കും. യഥാർത്ഥ ദൈവദാസൻ ഒരു മനുഷ്യനെ ഉപദേശിക്കും, ബലപ്പെടുത്തും, ആശ്വസിപ്പിക്കും. സമയോചിതമായ സന്ദർഭങ്ങളിൽ അവർക്കാവശ്യമായ പരിഹാരങ്ങൾ പറഞ്ഞുകൊടുക്കും, സൗഖ്യം കൊടുക്കും, അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാകും. എലീശയിൽ കൂടി എത്രയോ സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്. മരിച്ച ആളുകളെപ്പോലും എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. നാം നോക്കുകയാണെങ്കിൽ എലീശ മരിച്ചതിന് ശേഷവും അദ്ദേഹത്തിന്റെ കല്ലറയിൽ കിടന്നതായ അസ്ഥി തട്ടിയിട്ട് അവിടെ വീണതായ മരിച്ചതായ ഒരു ബാലന് ജീവൻ വയ്ക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. മീഖ 6:8 മനുഷ്യ. ഇതിന്റെ ഒറിജിനൽ വാക്ക് നാം കണ്ടുപിടിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ പുരുഷ എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ പുരുഷ. ദൈവപുരുഷൻ എന്ന് പറയുമ്പോൾ, പുരുഷൻ എന്ന് പറയുമ്പോൾ മനുഷ്യനാണ്. ദൈവപുരുഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മനുഷ്യൻ. ഇവിടെ മനുഷ്യ എന്ന് വിളിക്കുമ്പോൾ ലോകത്തിലുള്ള മനുഷ്യരോട് പറയുന്ന വാക്കുകൾ അല്ല ഇത്. അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ളതായ മനുഷ്യരെ കുറിച്ചാണ് കർത്താവ് അപ്പോൾ പറയുന്നത്. എന്നാൽ ഇവിടെ എന്താണ്? ദൈവത്തിന്റെ മനുഷ്യനാണ്.
ദൈവത്തെ അറിയുന്നവനെ, ദൈവത്തെ സ്നേഹിക്കുന്നവനെ, ദൈവത്തെ അനുഗമിക്കുന്നവനെ, ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവനെ, അവനാണ് ദൈവപുരുഷൻ. മനുഷ്യ, നല്ലത് എന്താണെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? എന്താണ്? ഒരു ദൈവപുരുഷനായിരിക്കുന്ന വ്യക്തിക്കുള്ള 3 ക്വാളിറ്റീസ് ഇവിടെ കാണാൻ കഴിയും. ന്യായം പ്രവർത്തിക്കേണ്ടതാണ്. ഒരു ദൈവത്തിന്റെ ദാസന് പാർഷ്വാലിറ്റി ഉണ്ടാകാൻ പാടില്ല, പക്ഷാഭേദം കാണിക്കാൻ പാടില്ല. ഒരു ദൈവത്തിന്റെ ദാസൻ പാവപ്പെട്ടവരെ ഒരു രീതിയിലും, പണക്കാരെ ഒരു രീതിയിലും, ബന്ധുക്കളെ ഒരു രീതിയിലും, വെളിയിലുള്ള ആളുകളെ ഒരു രീതിയിലും, പണം നൽകുന്നവരെ ഒരു രീതിയിലും, പണം നൽകാത്തവരെ മറ്റൊരു രീതിയിലും, സ്വന്തക്കാരെ ഒരു രീതിയിലും, വെളിയിലുള്ള ആളുകളെ ഒരു രീതിയിലും കാണുന്ന വ്യക്തിയല്ല. മോശെ നിഷ്പക്ഷനായ വ്യക്തിയായിരുന്നു. മോശെ തന്റെ സ്വന്തം സഹോദരങ്ങളായിരിക്കുന്ന അഹരോനും മിരിയാമിനും ഒരു പ്രത്യേകതയും കൊടുത്തിരുന്നില്ല. തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും പ്രത്യേക പദവിയൊന്നും കൊടുത്തില്ല. ദൈവത്തിന്റെ രാജ്യത്തിനാണ് 1-ാം സ്ഥാനം കൊടുത്തത്. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുവാനിടയായി. പക്ഷഭേദം കാണിക്കുന്നതായ വ്യക്തി ദൈവദാസനാകില്ല. ലോകപ്രകാരമുള്ളതായ മനസ്സാണിത്. ന്യായം പ്രവർത്തിക്കണം, അന്യായത്തിന് ഇടം കൊടുക്കരുത്. ദൈവത്തിന്റെ ദാസന്മാർ കാപട്യം കാണിക്കാൻ പാടില്ല. കാപട്യം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പ്രതീക്ഷ കൊടുക്കുന്നത്, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്നു, അങ്ങനെ തമാശ കാണിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ കൂടിപ്പോവുകയാണ്. വെറുതെ പറയുക മാത്രമാണ്, എന്നാൽ അവിടെ യാതൊരു പ്രവൃത്തിയും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. അതാണ് വാസ്തവം. അവിടെ ആർഭാടങ്ങളും പുകഴ്ത്തലുകളും മാത്രമാണുള്ളത്. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി ഒന്നും അവിടെ കാണാൻ കഴിയില്ല. അത് അന്യായമല്ലേ? വഞ്ചനയല്ലേ? ഇല്ലാത്ത വസ്തുത ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അന്യായമല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുപോലെ നാം പറയണം. ന്യായമായിട്ട് പ്രവർത്തിക്കുക, പക്ഷഭേദമില്ലാതെ പ്രവർത്തിക്കാൻ ശീലിക്കണം. മനസ്സാക്ഷിയുള്ളവരായിട്ട് ജീവിക്കുക. ആ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ന്യായമായിട്ട് പ്രവർത്തിപ്പാനും, അടുത്തതെന്താണ്? ദയാതൽപരനായിരിക്കാനും. ഒരു ദൈവപുരുഷന് ദയയുണ്ടായിരിക്കണം, അതുപോലെ തന്നെ ദീർഘക്ഷമയുണ്ടായിരിക്കണം. അല്ല എങ്കിൽ ദൈവപുരുഷൻ അപകടകാരിയായിട്ട് മാറും. ദൈവദാസന്റെ വായിൽ നിന്ന് ശാപത്തിന്റെ വാക്ക് വന്നാൽ എന്ത് സംഭവിക്കും? ദൈവദാസനെ എപ്പോഴും കോപിക്കുകയാണെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കോപിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ, ശപിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? താൻ മനുഷ്യരെ ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക് മാറ്റുന്നതിന് പകരമായി ജനത്തോട് കോപിക്കുകയാണ് എങ്കിൽ, അവരിലുള്ള ബലഹീനത കണ്ടുകൊണ്ട് അവരോട് കോപിക്കുകയും ശപിക്കുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ദയയുള്ളവനായിരിക്കണം. ന്യായം വിധിക്കുന്നവൻ ദൈവദാസനല്ല, ദൈവമാണ്. ദൈവം പറഞ്ഞു, ഞാനാണ് ന്യായം വിധിക്കുന്നതെന്ന്. എന്നാൽ ഇന്നുള്ള പല ദൈവദാസന്മാരും ന്യായം വിധിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്, അപ്പോൾ നിങ്ങളും വിധിക്കപ്പെടാതെയിരിക്കും. നീ കാണുകയും കേൾക്കുകയും ചെയ്യാത്തതായ വിഷയത്തെക്കുറിച്ച് എന്തിനാണ് വെറുതെ വിമർശിക്കുന്നത്? ആരോ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ്, മറ്റുള്ളവർ പറഞ്ഞെന്ന് പറഞ്ഞ് എന്തിനാണ് വിമർശിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിൽ പറയും, അതാ പുലി എന്ന് പറഞ്ഞാൽ ഇവിടെ വരെയുണ്ട് വാലെന്ന് പറയും. എന്താണെന്നറിയാമോ? അത് അങ്ങ് പുലി നിൽക്കുന്നു പറഞ്ഞാൽ അതാ ഇവിടെ വരെ എൻ്റെ വാലുണ്ടെന്നാണ് മറ്റുള്ളവർ കേൾക്കുന്നവർ പറയുന്നത്. ഇങ്ങനെ പറയുന്ന ശീലക്കാരായി മാറിയിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ദൈവത്തിൻ്റെ സഭയിലും ഇങ്ങനെ ഇല്ലാവചനം പറയുന്ന ആളുകൾ കൂടിയിരിക്കുന്നു. ദൈവത്തിന്റെ ആലയത്തിൽ നുണ പറയുവാൻ പാടില്ല. ദൈവാലയത്തിൽ ഭിന്നത ഉണ്ടാകുവാൻ പാടില്ല. ദൈവാലയത്തിൽ മുറുമുറുപ്പുണ്ടാകാൻ പാടില്ല. ദൈവത്തിന്റെ രാജ്യം എന്നത് ഐക്യതയുള്ളവരുടെ നടുവിലാണുള്ളത്. ദൈവത്തിന്റെ ദാസനെപ്പോഴും ദയയുള്ള വ്യക്തിയായിരിക്കണം, കരുണയുള്ള വ്യക്തിയായിരിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനായിരിക്കണം. നാശത്തിലേക്ക് പോകുന്ന വ്യക്തിയെ നല്ല വഴിക്ക് നടത്തുകയാണ് വേണ്ടത്, അല്ലാതെ നാശത്തിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്. അങ്ങനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. കോരഹും ദാഥാനും അബീരാമും മോശയോട് മറുതലിച്ച സമയത്ത്, നീയാണോ ദൈവദാസനായിരിക്കുന്നത്? ഞങ്ങളൊന്നും ദൈവദാസന്മാരല്ലേ എന്ന് പറഞ്ഞ് മറുതലിച്ചപ്പോൾ മോശ അവരെ ശപിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. മോശ അവരുടെ മുൻപിൽ സാഷ്ടാംഗം വീഴാനിടയായി. അതാണ് സ്വഭാവം. ഇന്ന് അങ്ങനെയുള്ളതായ ദൈവദാസന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ?
ദൈവപുരുഷൻ കരുണയുള്ള ദയുള്ള വ്യക്തിയായിരിക്കണം. പിന്നെന്താണ്? ദയാതൽപരനായ വ്യക്തിയായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ സ്വരൂപമായിരിക്കണം ദൈവപുരുഷനിൽ ഉണ്ടായിരിക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യനും ദയയുള്ളവനുമായ വ്യക്തിയാകുന്നു. അതേ ഗുണഗണങ്ങൾ ദൈവം തിരഞ്ഞെടുത്തതായ ദൈവത്തിന്റെ ദാസന്മാരിൽ കാണുവാനായിട്ട് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. ഇതാരിലാണോ ഉള്ളത്? അവർ മാത്രമാണോ ദൈവത്തിന്റെ ദാസന്മാർ? ഇത് ദൈവമാണ് തിരിച്ചറിയേണ്ടത്, മനുഷ്യരല്ല. ദൈവം മുമ്പാകെ താഴ്മയോടെ ജീവിക്കുക. ഇതല്ലയോ നിന്നിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നത്? ഒരു ദൈവദാസൻ ഒരുക്കമുള്ളവനായിരിക്കും. ഒരു ദൈവദാസനെ ദൈവം അയക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ദൈവദാസന്മാരെ ഒരുക്കുന്നതിനാണ്. ദൈവദാസന്റെ മേലുള്ള പദ്ധതി എന്താണെന്ന് വെച്ചാൽ താൻ എല്ലായ്പ്പോഴും ദൈവദാസനായിട്ട് തന്നെ ഇരിക്കുക എന്നതല്ല. ഞാൻ മാത്രമാണ് ദൈവദാസൻ എന്ന് പറഞ്ഞിട്ട് ചക്രവർത്തിയായിട്ട് വാഴുന്നതല്ല. ദൈവദാസൻ ദൈവദാസന്മാരെ ഒരുക്കേണ്ടതാണ്. ദൈവദാസൻ മറ്റുള്ള ദൈവമക്കളോട് നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം എന്ന് മാതൃകാപരമായുള്ളൊരു ജീവിതം കാണിച്ചു കൊടുക്കുന്നവനായിരിക്കണം. അതാകുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. ഇന്ന് ലോകത്തിന് ദൈവദാസന്മാരെ ആവശ്യമുണ്ട്. ദൈവത്താൽ അയക്കപ്പെട്ട ആളുകളെ ആവശ്യമാണ്. ദൈവത്തിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടവരെ വേണം. ലോകത്തെ ചവറായിട്ട് എണ്ണുന്ന ആളുകളെ വേണം. ദൈവത്തിന്റെ വാക്കുകളെ ഉള്ളതുപോലെ മനുഷ്യരോട് പറയുന്ന ആളുകളെ ആവശ്യമാണ്. മനുഷ്യരെ നടത്തുന്ന ആളുകളെ ആവശ്യമാണ്. മനുഷ്യർക്ക് മാർഗദർശിയായി ജീവിക്കുന്ന ആളുകളെ ആവശ്യമാണ്. ദൈവത്തിന്റെ മക്കളെ ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം അവരെ ജീവിച്ചു കാണിക്കുന്നതായ ദൈവദാസന്മാർ, ദൈവപുരുഷന്മാർ ആവശ്യമാണ്. ദൈവം നമ്മുടെ നടുവിൽ നിന്ന് ദൈവപുരുഷന്മാരെ തിരഞ്ഞെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏലിയാവിന് ശേഷം എലീശ ദൈവപുരുഷനായിട്ടു മാറി. എന്നാൽ ദുഃഖകരം എന്താണെന്ന് വെച്ചാൽ എലീശയ്ക്ക് ശേഷം ഗേഹസി വീണുപോയി. ബൈബിളിലുള്ള ദൈവപുരുഷന്മാരെ നാം ശ്രദ്ധിക്കുമ്പോൾ ശമൂവേൽ ദൈവപുരുഷൻ എന്നാണ് വിളിക്കപ്പെട്ടത്. ദൈവപുരുഷൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നവനാണ്. ദൈവമായിട്ട് കൂട്ടായ്മ ഉള്ള വ്യക്തിയാണ്. ദൈവത്തിന്റെ പദ്ധതികളെ അന്വേഷിച്ചറിയുന്ന വ്യക്തിയാണ്. ശമൂവേലിനോട് ദൈവം തന്റെ പദ്ധതിയെല്ലാം വെളിപ്പെടുത്താനിടയായി. ദൈവം ആലയത്തോട് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇസ്രായേൽ ജനത്തോട് എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊടുത്തു. ദൈവം തന്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതിയെല്ലാം ശമൂവേലിനോട് അറിയിക്കുവാനിടയായി. ഓർക്കുക, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ, നാം സ്നേഹിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്നതായ ആളുകളോട് നാം പങ്കുവയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുമല്ലോ. അതുപോലെ ദൈവം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ദൈവത്തിന് നമ്മോടൊപ്പം സഹവസിക്കാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്, അല്ലാതെ നമ്മുടെ മേൽ ഭരണം നടത്തുന്നതിന് വേണ്ടി അല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് ഭരിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ദൈവത്തിന് മനുഷ്യനോടൊപ്പം സഹവസിക്കുന്നതിന് വേണ്ടിയാണ്. നാം ലോകം ഭരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചത്. ആദാമിനോടും ഹവയോടും പറഞ്ഞു, നിങ്ങൾ ലോകത്തെ ഭരിക്കുക എന്ന്. നിങ്ങൾ ഈ ഭൂമിയുടെ മേൽ വാഴുവാൻ പറഞ്ഞു. ഈ സൃഷ്ടി മുഴുവൻ നിങ്ങളുടേതാണ്, നിങ്ങൾ സ്വാധീനപ്പെടുത്തുക എന്ന് പറഞ്ഞു. എന്നോടൊപ്പം സഹവസിക്കുക എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് കൂടെ വസിക്കും. നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ മനസ്സിലാക്കുക, എത്രയോ തവണ പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ വഴി നടത്താം, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി എങ്കിലേക്ക് തിരിയുക എന്നാണ് പറഞ്ഞത്. ബൈബിൾ നോക്കിയാൽ എന്താണ് കാണുന്നത്? ദൈവം മനുഷ്യനോട് അപേക്ഷിക്കുകയാണ്. നീ എൻ്റെ അടുക്കിലേക്ക് വരിക, നിന്നെക്കൊണ്ട് എനിക്ക് കാര്യമുണ്ട്, നിന്നിൽ എനിക്ക് വലിയ പദ്ധതികളുണ്ട്. അനേകരെ ദൈവം വിളിച്ചിരിക്കുന്നു, എന്നാൽ കുറച്ചുപേർ മാത്രമേ ദൈവത്തെ അനുസരിക്കുന്നുള്ളൂ. അനുസരിക്കുന്നവരോട് കർത്താവ് തന്റെ പദ്ധതികളെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അനുസരിക്കുന്നവരെ കർത്താവ് തന്റെ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അനുസരിക്കുന്നവർക്ക് തന്റെ അധികാരം ദൈവം കൊടുക്കുന്നു. അനുസരിക്കുന്നവർക്ക് ദൈവം തന്റെ രാജ്യത്തെ ഏൽപ്പിക്കുന്നു. ശമൂവേൽ ദൈവമായിട്ട് സഹവാസം അനുഷ്ഠിച്ചു. അവൻ പറഞ്ഞ ഒരു വാക്കുപോലും നടക്കാതെ ഇരുന്നില്ല. അത്രമാത്രം ശമൂവേൽ ദൈവത്തോടൊപ്പം വസിക്കുവാനിടയായി. അവൻ വലിയൊരു പ്രവാചകനായിട്ടും വിളിക്കപ്പെടുവാനിടയായി. ഏലിയാവ് ദൈവപുരുഷനായിരുന്നു. അഡ്രസ് ഇല്ലാത്ത ഒരു വ്യക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഏലിയാവായിരിക്കും. പെട്ടെന്ന് 15-ാമത്തെ അധ്യായത്തിൽ അവിടെ ഏലിയാവ് പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ ഗ്രാമത്തിൻ്റെ പേരിനെക്കുറിച്ച് മാത്രമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഭൂതകാലത്തെക്കുറിച്ചൊന്നും തന്നെ അവിടെ എവിടെ വെച്ചാണ് ഒരുക്കപ്പെട്ടത്, എങ്ങനെ ഒരുക്കപ്പെട്ടു എന്നൊന്നും അവിടെ രേഖപ്പെടുത്തുന്നില്ല. അദ്ദേഹം മധ്യ വയസ്സ് കഴിഞ്ഞിട്ടാണ് അവിടെ കാണുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. മുമ്പുള്ള 30-40 വർഷങ്ങൾ ഏലിയാവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല.
പെട്ടെന്നൊരു ദിവസം ദൈവപുരുഷനായിട്ട് ലൈം ലൈറ്റിലേക്ക് വരുവാനിടയായി. ചില ആളുകൾ ഡിം ലൈറ്റിലായിരിക്കും, ആർക്കും അവരെക്കുറിച്ച് അറിയുവാൻ കഴിയില്ല. തക്ക സമയത്ത് ദൈവം ഉയർത്തുവാനിടയാകും. തക്ക സമയത്ത് ദൈവം ഒരുക്കിയതിനെ വെളിപ്പെടുത്തിക്കൊണ്ടുവരുവാനിടയാകും. വേട്ടക്കാരൻ തൻ്റെ കയ്യിൽ മൂർച്ച കൂട്ടി അമ്പുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെപ്പോഴും എടുക്കുകയില്ല. എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയം അത് ഉപയോഗിക്കുവാനിടയാകും. അങ്ങനെ ദൈവം ഇന്ന് അനേകം ആളുകളെ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. നിന്റെ സൺഡേ സ്കൂൾ മുതൽ നീ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ യൗവനപ്രായത്തിൽ നീ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നിന്നെക്കുറിച്ച് ആരും തന്നെ അറിയുന്നില്ല. നീ ക്രിസ്ത്യാനിയാണോ എന്ന് പോലും അറിയില്ല. നീ രക്ഷിക്കപ്പെട്ടതാണോ എന്നറിയില്ല. നീ ദൈവദാസനാണോ എന്ന് പോലും അറിയില്ല. നിന്നിൽ ഇന്ന ദൈവത്തിന്റെ വരങ്ങളുണ്ട്, നിന്നിൽ ഇന്ന താലന്തുകളുണ്ട് എന്നൊക്കെ ആർക്കും അറിയാൻ കഴിയില്ല. എന്നാൽ തക്ക സമയത്ത് ദൈവം നിന്നെ വെളിയിലേക്ക് കൊണ്ടുവരാനിടയാകും. എൻ്റെ ജീവിതത്തിൽ 30 വയസ്സ് വരെ എന്നെ പലർക്കും അറിയില്ലായിരുന്നു. കൂടുതൽ പറയുകയാണെങ്കിൽ 50 വർഷം വരെ ലോകത്തിന് എന്നെ അറിയുകയില്ലായിരുന്നു. എന്നോടൊപ്പമുള്ള ചില ആളുകൾക്കല്ലാതെ, ഞാൻ ചെല്ലുന്നതായ സ്ഥലത്തിലുള്ള ആളുകൾക്കല്ലാതെ. എന്നാൽ തക്ക സമയത്ത് ദൈവം ഉയർത്തും. എന്നാൽ ഈ കാലത്ത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ദൈവപുരുഷനാകാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് തന്നെ ദൈവദാസൻ എന്ന ടൈറ്റിൽ ഇടുകയാണ് ചെയ്യുന്നത്. ഒരുക്കമില്ല, തിരഞ്ഞെടുപ്പില്ല, വിളിയില്ല, അതിന് തക്ക അഭിഷേകമില്ല. ദൈവദാസനിൽ കാണുന്ന ഗുണവിശേഷങ്ങൾ നിന്നിൽ കാണുന്നില്ല. വെറുതെ ടൈറ്റിൽ ഇടുകയാണ് ചെയ്യുന്നത്. ആ വാക്കൊരു സാധാരണ വാക്ക് പോലെ ആയിരിക്കുന്നു. ദൈവജനമെന്ന് പറയുമ്പോൾ അവർക്ക് യാതൊരു പ്രത്യേകതയും ഇന്ന് കാണുന്നില്ല. ക്രിസ്ത്യാനി എന്ന പേര് സാധാരണമായിരിക്കുകയാണ്. നിനക്കും ലോകക്കാർക്കും തമ്മിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല. അപ്പോൾ നിന്റെ ഭക്തി ആർ വിശ്വസിക്കും? നമ്മുടെ കർത്താവിനെ ആർ അനുഗമിക്കും? അവൻ ആഗ്രഹിക്കുന്ന എന്താണ്? ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരരായിരിക്കുക, താഴ്മയുള്ള മനസ്സുള്ളവരായി അവന്റെ മുൻപിൽ നടക്കുക. ഇതാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി ഈ 3 സബ്ജക്റ്റിലും പാസ്സായാൽ ഒരു യഥാർത്ഥ ദൈവദാസനായിട്ട് മാറാനിടയാകും. ന്യായം പ്രവർത്തിക്കുക, ദയുള്ളവനായിരിക്കുക, താഴ്മയുള്ള മനസ്സുള്ളവനായിരിക്കുക. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ വർഷങ്ങളായിട്ട് നിന്റെ വചനം കേൾക്കുകയാണ്. നിന്റെ വാഗ്ദത്തങ്ങൾ കേൾക്കുന്നുണ്ട്. നിന്റെ സ്നേഹത്തെ ഞങ്ങൾ അറിയുന്നുണ്ട്. നീ നൽകുന്ന രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ എന്നിലിപ്പോഴും ഒരു ദൈവദാസന്റെ സ്വഭാവങ്ങൾ കാണുന്നില്ല. ഒരു ദൈവ പൈതലായിട്ട് എനിക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ മനസ്സ് പലപ്പോഴും മിശ്രയമിലാകുന്നു. ഇപ്പോഴും ധനമോഹമുണ്ട്, പാപഭോഗങ്ങളിൽ ആശിക്കുന്നുണ്ട്. വായ് തുറന്ന് എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ അപ്പാ. നീ വിളിച്ച് വേർതിരിച്ചതായ നിന്റെ മക്കളെ നീ നോക്കണമേ. ഒരുപക്ഷെ ഇന്ന് ഞങ്ങൾ മറ്റെവിടെയോ ആയിരിക്കേണ്ടവരായിരുന്നു. എന്നാൽ ഇന്ന് നിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടവരായിത്തീരുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ നന്മകളെ നൽകണമേ. നിന്റെ പദ്ധതികൾ ഞങ്ങളെ അപ്പോൾ അറിയിക്കണമേ. ഇതാ ഞങ്ങളുടെ ജീവിതങ്ങളെ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ദൈവത്തിന്റെ പുരുഷന്മാരെ എഴുന്നേൽപ്പിക്കണം. ദൈവത്തിന്റെ വേല ചെയ്യുന്നവരെ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളെ ദൈവത്തിന്റെ ജനമാക്കി നീ മാറ്റണമേ. ലോകത്തിലായിരിക്കുന്ന ആളുകളെ പോലെ ഞങ്ങളായിരിക്കാതെ, ലോകപ്രകാരമുള്ളതായ മനുഷ്യരെ പോലെ ഞങ്ങളും ജീവിക്കാതെ, ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, ഈ ലോകത്തിൽ ഞങ്ങൾ യാത്രക്കാരാകുന്നു എന്ന് മനസ്സിലാക്കി ഉയരത്തിലുള്ളവയിൽ ഞങ്ങളുടെ മനസ്സ് വയ്ക്കേണ്ടതിന് ഞങ്ങളെ സഹായിക്കണമേ. കഷ്ടത അനുഭവിക്കാനുള്ള മനസ്സ് നൽകുമാറാകണമേ. ക്രൂശില്ലാതെ സിംഹാസനമില്ലല്ലോ, മുൾക്കിരീടമില്ലാതെ സ്വർണ്ണക്കിരീടം ലഭിക്കുകയില്ലല്ലോ. ഈ ലോകത്തിൽ നിന്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് നിന്നെയും അപമാനവും ഭാഗ്യമാണെന്ന് എണ്ണിക്കൊണ്ട് നിന്റെ കൃപയിൽ നിന്റെ സാക്ഷികളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ.